Hi guys, it's me, the Mallu Banker. അപ്പോൾ കുറേ പേരുടെയൊക്കെ എക്സാം ഫസ്റ്റ് 2 ഡേയ്സിൽ പൂർത്തിയായിട്ടുണ്ട്. അതുപോലെ തന്നെ എന്നെ പോലെയുള്ള കുറച്ച് പേരുടെ എക്സാം 27th നടക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞവർക്കും ഇനി എക്സാം വരാനിരിക്കുന്നവർക്കും ഉള്ള ടിപ്സും അതുപോലെ തന്നെ എക്സാം കഴിഞ്ഞവർക്ക് എന്താണ് ഇനി അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കണം, എത്ര മാർക്സ് ഉള്ളവർ വേണം മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ എന്താണ് ഇപ്പോൾ ഉള്ള ഇനി ലാസ്റ്റ് 4 days ആണ് ലെഫ്റ്റ് ആയിട്ടുള്ളത്. ആ 4 days ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നുള്ളതും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ SBI ക്ലർക്ക് പ്രീ ലാസ്റ്റ് 4 days ആണ് നമ്മളുടെ മുൻപിലുള്ളത്. ഞാനിപ്പോൾ മെയിനായിട്ടും ചെയ്യുന്നത് ഫുൾ ലെങ്ത് മോക്സ് ആണ്. ഫുൾ ലെങ്ത് മോക്സ് ഒത്തിരി എണ്ണം ഒന്നും ചെയ്യുന്നില്ല, മാക്സിമം 2 ആണ് ഡെയിലി ചെയ്യാറുള്ളത്. അതും ഒരെണ്ണം ചെയ്യുന്നത് ആ ഒരു എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ടൈം. എനിക്ക് ഫസ്റ്റ് ഷിഫ്റ്റ് ആണ് എക്സാം ഉള്ളത്, പക്ഷേ എനിക്ക് രാവിലെ മോക്ക് ചെയ്യാനുള്ള ടൈം കിട്ടാറില്ല. സോ അതുകൊണ്ട് ഏർലി മോർണിംഗ് രാവിലെ എണീക്കുമ്പോഴാണ് ഫസ്റ്റ് ഒരു മോക്ക് ചെയ്യുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് പിന്നെ സമയം കിട്ടുമ്പോൾ ഒരു ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ടൈം കിട്ടുന്നത്. ആ ടൈമിലായിരിക്കും അടുത്ത മോക്ക് ചെയ്യുന്നത്. അങ്ങനെ ടോട്ടൽ 2 മോക്സ് അല്ലെങ്കിൽ ഒരു മോക്കും അതുപോലെ തന്നെ സെക്ഷനൽസും, ഇങ്ങനെയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഗൈഡ്ലിയിലും അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിലും ഒക്കെ ഫ്രീ ആയിട്ട് നമ്മൾക്ക് മെമ്മറി ബേസ്ഡ് മോക്ക് പേപ്പേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് ചെയ്ത് നോക്കി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഗൈഡ്ലിയൊക്കെ കണ്ട് ആരും പേടിക്കുകയൊന്നും വേണ്ട. കാരണം നമ്മളുടെ റിയൽ എക്സാമിനേക്കാളും എന്താണെങ്കിലും ഒരു പടി മുൻപിലാണ് എന്നും ഗൈഡ്ലിയിലെ മോക്സ് വന്നിട്ടുള്ളത്. സോ ആ ഒരു മോക്ക് ചെയ്തിട്ട് പോകുമ്പോൾ അത് അത്യാവശ്യം മോഡറേറ്റ് ആയിട്ട് മാർക്സ് കിട്ടുന്നവർക്ക് ഉറപ്പായിട്ടും മെയിൻ എക്സാമിന്, അതായത് പ്രിലിംസിൻ്റെ എക്സാമിന് ഒരു നല്ല രീതിയിലുള്ളൊരു മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. നമ്മളുടെ എക്സാം എന്ന് പറയുന്നത് ഗൈഡ്ലിയിലൊക്കെ ലെവലിനേക്കാൾ കുറേ കൂടി സിമ്പിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും എക്സാംസ് കഴിഞ്ഞ കുട്ടികളുടെ റിവ്യൂ അനുസരിച്ച് എക്സാം എന്ന് പറയുന്ന ഒരു ഈസി ലെവൽ തന്നെയായിരുന്നു. അത് ക്വാൺസ് ഒക്കെ കുറച്ചൊരു ലെങ്തി ടൈപ്പ് എന്ന് ഓരോ ഷിഫ്റ്റുകാർ പറഞ്ഞെങ്കിലും എല്ലാം ഒന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ഈസി ലെവൽ തന്നെയായിരുന്നു എക്സാംസ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷും റീസണിങ്ങും ഒക്കെ ഡുവബിൾ ആയിരുന്നു ക്വസ്റ്റ്യൻസ്. അത് ടൈം മാനേജ് ചെയ്തവർക്ക് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്, ഫുൾ അറ്റംപ്റ്റും അതുപോലെ തന്നെ റീസണിങ് ഒക്കെ ഫുൾ പസിൽസ് ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. സോ നിങ്ങളും ഇനിയുള്ള ഷിഫ്റ്റുകാരുടെയും ശ്രദ്ധയ്ക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സ്പീഡിനും അതുപോലെ തന്നെ പസിൽസ് ഒക്കെ ചെയ്യാനുള്ള ടൈമിങ്ങിനും ഒക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. സ്കിപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഒരിക്കലും ഒരു ക്വസ്റ്റ്യനിൽ സ്റ്റക്കായി പോവരുത്. നിങ്ങൾ ഇപ്പം കിട്ടും നമുക്ക് തോന്നിപ്പോവും, പക്ഷേ എന്ത് ചെയ്യുക, അത് സ്കിപ്പ് ചെയ്യുക. അത് പോയി കഴിഞ്ഞിട്ട് അടുത്ത പിന്നെ ഒരു റൗണ്ടിൽ കറങ്ങി വന്നതിന് ശേഷം മാത്രം ആ ക്വസ്റ്റ്യനെ അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. വെറുതെ ടൈം കളയരുത്. കാരണം പ്രിലിംസ് ആണ്, ടൈം ഒട്ടും ലെഫ്റ്റ് ആവുകയില്ല. ഫുൾ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താണെങ്കിലും ചെയ്യുകയും വേണം. ഓക്കെ, സോ അതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇംഗ്ലീഷൊക്കെ ആണെങ്കിലും വളരെ സിമ്പിളാണെന്നാണ് റിവ്യൂസ് കേട്ടിരുന്നത്. അതുപോലെ തന്നെ ഇംഗ്ലീഷൊക്കെ ആണെങ്കിലും ചെയ്യുമ്പോൾ ഗ്രാമാറ്റിക്കൽ എറേഴ്സും അതുപോലെയുള്ള എറേഴ്സൊക്കെ നോക്കുമ്പോൾ നെഗറ്റീവ്സ് വരുത്താതിരിക്കാൻ ശ്രമിക്കുക. നെഗറ്റീവ്സ് അപ്പോൾ അറിയത്തില്ലെങ്കിൽ അൺഅറ്റംപ്റ്റ് ചെയ്താലും കുഴപ്പമില്ല. നെഗറ്റീവ്സ് കൂടുതലും അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മളുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഇയർ ഒരു 66 ആയിരുന്നു കട്ട് ഓഫ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്തവണ കമ്പാരിറ്റീവ്ലി കുറച്ച് വേക്കൻസി കുറവാണ്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു കട്ട് ഓഫിലൊരു ചേഞ്ച് എന്താണെങ്കിലും കാണും. എന്നാലും ഒരു 70 അടുത്ത് വരെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ഇത്ര അറ്റംപ്റ്റ് ചെയ്തു, എനിക്ക് എത്ര മാർക്സ്, ഞാൻ മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണോ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ ഒരു 60+ അറ്റംപ്റ്റ് ചെയ്ത് എല്ലാവരും എന്ത് ചെയ്യണം, മെയിൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം. ഒരു 55+ ആണെങ്കിലും കുഴപ്പമില്ല. കാരണം നമുക്ക് 12 ഷിഫ്റ്റ്സ് ഉണ്ട്. ആ 12 ഷിഫ്റ്റ്സിലും ഇത്രയും കുട്ടികൾ അറ്റംപ്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഓരോ ഷിഫ്റ്റിൻ്റെയും ഡിഫിക്കൽറ്റി ലെവൽ, ഒരിടത്ത് ക്വാൺസ് ലെങ്തി ആണെങ്കിൽ ഒരിടത്ത് റീസണിങ് ടൈം കൺസ്യൂമിങ് ആയിരിക്കും. അങ്ങനെ പല പല കാര്യങ്ങളാണുള്ളത്. സോ നോർമലൈസേഷൻ അത് വലിയ രീതിയിൽ തന്നെ എഫക്റ്റ് ആവുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഒരു 55+ ചെയ്തവരും എന്ത് ചെയ്യുക, നിങ്ങൾ മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചോളുക. കാരണം ഇപ്പോൾ SBI ക്ലർക്ക് പ്രിലിംസ് കഴിഞ്ഞതിന് ശേഷം അടുത്തത് IBPS ക്ലർക്ക് പ്രിലിംസ് വരുന്നുണ്ട്. സോ ഈ
ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരിക്കലും വേസ്റ്റ് ആവുകയില്ല. ഓക്കെ, അതിപ്പോൾ ആദ്യമായിട്ട് ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് പ്രിലിംസ് ക്വാളിഫൈ ചെയ്തിട്ട് മെയിൻസിന് പഠിക്കാമെന്ന് തോന്നുന്നത്. ഒരു സർട്ടൈൻ പോയിന്റ് കഴിയുമ്പോൾ മനസ്സിലാവും പ്രിലിംസിനേക്കാൾ ഇമ്പോർട്ടൻസ് മെയിൻസിനാണെന്നുള്ളത്. സോ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ ഒരു പോയിന്റ്, ഒരൊറ്റ പ്രിലിംസ് ക്ലിയർ ചെയ്തതോടുകൂടി നിങ്ങൾക്ക് ആ പ്രിലിംസിനുള്ള ഫിയർ മാറും. ദെൻ അടുത്ത നമ്മളുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് മെയിൻസ് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ പ്രിലിംസ് അത്യാവശ്യം നല്ലൊരു ഡീസെൻ്റ് അറ്റംപ്റ്റ് ചെയ്തവർ പ്രിലിംസിൽ നിന്ന് വിട്ടുമാറിയിട്ട് അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് ഉറപ്പായിട്ടും എടുക്കണം. മെയിൻസ് ചെയ്യണം. മെയിൻസിൽ തന്നെ കറണ്ട് അഫെയർസിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക. കറണ്ട് അഫെയർസും അതുപോലെ തന്നെ റീസണിങ്ങിനും ഒക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങൾ ഇപ്പോൾ തന്നെ വീഡിയോ ക്ലാസ്സസ് ഒക്കെ കണ്ട് എന്ത് ചെയ്യുക, ആ ഒരു ലെവലിലോട്ട് എത്താൻ ശ്രമിക്കുക. ഒരിക്കലും ഒരു ഡേ പോലും വെറുതെ കളയരുത്. നവംബർ 1st വീക്ക് എന്താണെങ്കിലും മെയിൻസ് കാണും. സോ അതുപോലെ തന്നെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കുക. വെറുതെ കട്ട് ഓഫ് പ്രഡിക്ഷൻസ് ഒക്കെ കണ്ട് അത് വെറുതെ ടൈം വേസ്റ്റിംഗ് ആണ്. എനിക്ക് ലാസ്റ്റ് ഇയർ ഞാൻ അതുപോലെ തന്നെ ഫസ്റ്റ് SBI ക്ലർക്ക് പ്രിലിംസ് ആയിരുന്നു ക്വാളിഫൈ ചെയ്തത്. അതുകൊണ്ട് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എത്രയാണെന്നുള്ള ആ ഒരു ആങ്സൈറ്റി ലെവലിൽ നമ്മൾ എല്ലാ ടെലിഗ്രാം ചാനലിലെ ഡിസ്കഷൻസിലും പങ്കെടുക്കും. അതുപോലെ തന്നെ ഉള്ള യൂട്യൂബ് ചാനൽസ് എല്ലാം കാണും. സോ വെറുതെയാണ് അത്. ഇന്ന് വരും എന്ന് പറഞ്ഞ് കുറേ നമ്മളിട്ട് ചിലവ് വട്ടം ചുറ്റും. ലാസ്റ്റ് ഇയർ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ഡേനേക്കാൾ കുറേ കഴിഞ്ഞിട്ടാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്തത്. വെറും 1 വീക്ക് മാത്രമാണ് കിട്ടിയത്. സോ അതുകൊണ്ടാണ് പറയുന്നത് ആ ഒരു 1 വീക്ക് കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. സോ ഇപ്പോഴാണെങ്കിൽ ഓൾമോസ്റ്റ് 1 മന്ത് അടുത്തുണ്ട്. ഓക്കെ, സോ എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ അത്യാവശ്യം പ്രിലിംസ് ഈ 2 എക്സാംസ് കഴിഞ്ഞവരോടാണ് ഈ പറയുന്നത്. അതല്ലാണ്ട് 27th ഷിഫ്റ്റ് ഉള്ളവർ എന്ത് ചെയ്യുക, ഇപ്പോൾ കൂടുതലും ഫുൾ ലെങ്ത് മോക്സും അതുപോലെ തന്നെ സെക്ഷണൽസും കൂടുതൽ ചെയ്യുക. റീസണിങ് ഒക്കെ ആണെങ്കിലും പസിൽസ് ഒക്കെ ഒത്തിരി പോസിബിലിറ്റീസിലോട്ട് പോവാതെ ഒറ്റ പോസിബിലിറ്റിയിൽ നിന്ന് തന്നെ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. നെഗറ്റീവ്സ് വരുത്താതെ, ഇംഗ്ലീഷൊക്കെ ആണെങ്കിലും നെഗറ്റീവ്സ് വരുത്താതെ അത് ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ എൻ്റെ സ്ട്രാറ്റജി എന്താണെന്നും ഞാനിപ്പോൾ എന്താണ് ചെയ്യുന്നതെന്നും നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എന്നേക്കാൾ കുറച്ചുകൂടി ടൈം ഒക്കെ ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക, മാക്സിമം സെക്ഷണൽസ് ചെയ്യുക. സെക്ഷണൽസിന് മാത്രം പ്രാധാന്യം കൊടുത്താൽ മതി. ഒരു ഫുൾ ലെങ്ത് മോക്ക് ചെയ്താലും കുഴപ്പമില്ല. ബാക്കി ഫുൾ സെക്ഷണൽസും അതുപോലെ തന്നെ ഈ കൗശിക് സാറിൻ്റെ ഒക്കെ പോലുള്ള വീഡിയോ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ക്വാൻസിൻ്റെ ഒക്കെ 35 ഔട്ട് ഓഫ് 35 സ്കോർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള വീഡിയോ ക്ലാസ്സസ് കാണുക. അപ്പോൾ എനിക്ക് തോന്നുന്നു കൗശിക് സാറിൻ്റെ SBI ക്ലർക്കിന് ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ കണ്ടത് ഭയങ്കര സിമ്പിളായിട്ട് തോന്നും. അതായത് അപ്പോൾ മൈൻഡിനെ ഭയങ്കരമായിട്ട് കാം ചെയ്യും. ഓക്കെ, ഓവറായിട്ട് നമ്മളെ ഫ്രസ്ട്രേറ്റ് ചെയ്യാത്ത ടൈപ്പ്, അതായത് ചിലപ്പോൾ മെയിൻസ് ലെവലിലോട് അടുത്ത് നിൽക്കുന്ന ടൈപ്പ് മോക്സ് കാണും. അതൊന്നും ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. ഇപ്പോഴത്തെ ടൈമിൽ കൂടുതലും ഈസി ലെവൽ മോക്സുകൾ ചെയ്യുക. ഓക്കെ, ഒത്തിരി അഡ്വാൻസ് ലെവലിലോട്ടൊന്നും പോവാതിരിക്കുക. കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്ത് വെക്കുക. സോ അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ എനിക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്. അതിൽ ഞാൻ മെയിൻസ് PDF-ഉം ബണ്ടിൽ PDFs ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്കത് ആക്സസ് ചെയ്യാവുന്നതാണ്. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.